സംസ്ഥാനത്ത് പലയിടത്തും വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്ക ദുരിതവും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ കഴിഞ്ഞു? ഇതാണ് ചോദ്യം. അങ്ങനെയൊക്കെ വേണോ? വേണം. സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ എന്റെ പൊന്നോ, ഇക്കായ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ വി.ഡി. സതീശൻ ആഹാരം കഴിച്ച കാര്യം. വയസ്സുകാലത്ത് ഓരോരോ ഭൂതികള്. കാരണം 2018-ലും 2019-ലും ഒക്കെ പ്രളയം ഉണ്ടായപ്പോഴും ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോഴും ഒക്കെ പിണറായി വിജയൻ കട്ട ഉപവാസമായിരുന്നല്ലോ. വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നത്. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നത്? എന്റെ പ്രജകൾ അവരുടെ സ്വന്തം വീടുകളുടെ അടുക്കളയിൽ ചെന്ന് എപ്പോൾ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുവോ അപ്പോൾ മാത്രമേ നാം ജലപാനം നടത്തുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു അത്രേ പിണറായി വിജയൻ. എവിടെ ചെന്നാൽ ഇത് തന്നെ കുഴപ്പം. എന്റെ നാക്ക് എന്നെ വിട്ടിലാക്കും. ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് അമേരിക്കയിൽ സുഖചികിത്സയ്ക്ക് പോയ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ. 10 കൊല്ലത്തെ ദുരിതകാലം ചാകര പോലെ കണ്ട സഖാക്കളാണ് ഈ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. പ്രളയ ഫണ്ട് മുതൽ ദുരിതാശ്വാസ ക്യാമ്പിൽ വരെ മോഷണം നടത്തി. കോവിഡ് കാലത്തെ കിറ്റുകൊള്ള പിന്നെ ലോകപ്രസിദ്ധമാണ്. ആംബുലൻസിനുള്ളിൽ വെച്ച് രോഗിയെ പീഡിപ്പിച്ച സംഭവം വരെ ആ സമയത്തുണ്ടായി. പ്രളയത്തെ നോക്കി കരഞ്ഞ സജി ചെറിയാനെ ഇക്കായ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അതൊന്നും ഇവർക്ക് ആർക്കും ഓർമ്മയില്ല. സതീശൻ എന്ത് കഴിക്കുന്നു, എപ്പോ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എവിടെ എത്ര പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നു, ഇതൊക്കെ നോക്കലാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ പണി. വിരുന്നുണ്ണാൻ ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്. ആഹാരം കഴിച്ചു എന്ന ഔചിത്യമില്ലായ്മ വി.ഡി. സതീശൻ കാണിച്ചു പോയല്ലോ ഇക്ക. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങ് ക്ഷമിച്ചു കളാ. എല്ലാവർക്കും നിങ്ങളുടെ ക്യാപ്റ്റന്റെ അത്രയും കഴിവ് ഉണ്ടാകത്തില്ലല്ലോ. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, എന്തെവിടെ സംസാരിക്കണമെന്ന് ഒരു ബോധമില്ല. മഴ പെയ്യുമ്പോൾ മുഖ്യമന്ത്രി ആഹാരം കഴിക്കാതിരുന്നാലേ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്ന് സതീശൻ അറിയത്തില്ലായിരുന്നു. ഇത്തരം അമൂല്യമായ അറിവുകൾ നിങ്ങൾ പങ്കുവെക്കുമ്പോഴല്ലേ അദ്ദേഹവും മനസ്സിലാക്കുന്നത്. ഇനി ആവർത്തിക്കൂല കേട്ടോ. ഭരണം പോയതിന്റെ സമ്മർദ്ദം എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും അവർക്ക് തീരുന്നില്ല. ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടകാലം.